വിസിങ്സ് തിയറത്തിൽ നമുക്ക് കാണിക്കേണ്ട എന്താ, കൈ ഡാഷിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ ഡെൽറ്റയ്ക്ക് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ പ്ലസ് വണ്ണിന് ഈക്വൽ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. നമുക്കറിയാം കൈ ഡാഷ് എന്ന് പറയുന്നത് എന്താ, ഒരു ഗ്രാഫ് നമ്മൾ എടുത്തിട്ട് ആ ഗ്രാഫിലെ എഡ്ജസുകളെ നമ്മൾ കളർ ചെയ്യുക. അങ്ങനെ പ്രോപ്പറായിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് കളേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൈ ഡാഷ് എന്ന് പറയാം. പ്രോപ്പർ എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് എഡ്ജസിന് ഒരേ കളർ വരരുത്, അതിനെയാണ് നമ്മൾ കൈ ഡാഷ് എന്ന് പറയാം. ഇനി ഡെൽറ്റ, ക്യാപിറ്റൽ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ വേർട്ടിസസിൻ്റെ ഡിഗ്രി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഡിഗ്രി ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡെൽറ്റ എന്ന് വിളിക്കുക. ആ നമ്പറിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുക. നമുക്കിവിടെ കാണിക്കേണ്ടത്, വിസിങ്സ് തിയറത്തിൽ കാണിക്കേണ്ടത് കൈ ഡാഷ് ഈക്വൽ ടു ഡെൽറ്റ അല്ലെങ്കിൽ കൈ ഡാഷ് ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് വൺ ആണെന്നാണ് കാണിക്കുന്നത്. വെൻ ജി ഈസ് എ സിമ്പിൾ ഗ്രാഫ്. ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ, നമ്മൾ ഡെൽറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് വൺ എന്ന് പ്രൂവ് ചെയ്യാം. ആദ്യം നമുക്ക് ഇത് പറയാം, എന്നിട്ട് ഇത് പറയാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് പറയാം അല്ലേ. എങ്ങനെയാണ്, ഏതൊരു ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിൽ ഏറ്റവും വലിയ ഡിഗ്രിയുള്ള വേർട്ടെക്സ്, ആ വേർട്ടെക്സിൻ്റെ ഡിഗ്രീനേക്കാളും ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കണം നമ്മുടെ കയ്യിൻ്റെ വാല്യൂ. കൈ എന്ന് പറയുന്നത് എഡ്ജിൻ്റെ കളർ ചെയ്യാൻ വേണ്ടിയുള്ള മിനിമം കളേഴ്സിൻ്റെ എണ്ണം അല്ലേ. അപ്പോൾ രണ്ടെണ്ണം ഒരിക്കലും ഒരേപോലത്തെ കളർ ആവില്ല, പ്രോപ്പറായിരിക്കണം നമ്മുടെ കയ്യിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണം ഒരേ കളർ ആവരുത്, എല്ലാം ഡിഫറെൻറ്റ് കളർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കയ്യിൻ്റെ നമ്മുടെ ഡെൽറ്റൻ്റെ വാല്യൂവിനേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കണം നമ്മുടെ കൈ ഡാഷിൻ്റെ വാല്യൂ. അപ്പോൾ ഈ ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്കിതാ ഇത് പ്രൂവ് ചെയ്യണം അല്ലേ. ഏത്, കൈ ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് വൺ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് നമ്മൾ കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുകയാണ് കൈ ഡാഷ് എന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസ് വണ്ണിനേക്കാളും കൂടുതലാണ്. കൈ ഡാഷ് എന്ന് പറയുന്നത് എന്താ, ഒരു ഗ്രാഫിനെ കളർ ചെയ്യാണ്ട് മിനിമം നമ്പർ ഓഫ് വേർട്ടിസസ് അല്ലേ, മിനിമം നമ്പർ ഓഫ് കളേഴ്സ് അല്ലേ, അത് തന്നെ ഡെൽറ്റ പ്ലസ് വണ്ണിനേക്കാളും കൂടുതലാണെങ്കിൽ ഒപ്റ്റിമൽ ഗ്രാഫ് എന്തായിരിക്കും, ഡെൽറ്റ പ്ലസ് വണ്ണിനേക്കാളും കൂടുതലായിരിക്കും. ഒപ്റ്റിമൽ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിനെ കളർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും മാക്സിമം കളേഴ്സ്, അതിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ എന്ന് പറയുന്നത്. ആ ഒപ്റ്റിമൽ ആയിട്ടുള്ള കളേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ പ്ലസ് വണ്ണിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ഒരു സി എന്ന് പറയുന്ന ഒരു കളറിങ് എടുക്കാം. അതിൻ്റെ ഒപ്റ്റിമലായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെൽറ്റ പ്ലസ് വൺ കളേഴ്സ് ഉള്ള എഡ്ജസുകളായിട്ട് മാറ്റാം അല്ലേ. 1 കളേഴ്സ് ഉള്ള ഈ എഡ്ജസ്, 2 കളേഴ്സ് ഉള്ള ഈ എഡ്ജസ്, അങ്ങനെ ഡെൽറ്റ പ്ലസ് വൺ കളേഴ്സ് ഉള്ള എഡ്ജസുകളായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ ചെയ്യാൻ പറ്റും. ഇത് ഒപ്റ്റിമലായിരിക്കുമല്ലോ. ഇത് ഒപ്റ്റിമലായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് ആ ഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നോക്കിയേ, നമ്മൾ ഡെൽറ്റ പ്ലസ് വൺ ആണ് ഇതിൻ്റെ ഒപ്റ്റിമൽ എന്ന് വിചാരിക്കുക. ഇതിൽ ഇനിയും വേർട്ടിസസ് ഉണ്ട്. ഡെൽറ്റ പ്ലസ് വൺ ആണ് ഇതിൻ്റെ ഒപ്റ്റിമൽ കളറിംഗ് എന്ന് വിചാരിക്കുക. ഇനി ഞാൻ ഇതിലൊരു വേർട്ടെക്സ് യു എടുക്കുകയാണ്. ഈ യുവിനെ ഞാൻ നോക്കിയപ്പോൾ ഈ യുവിലേക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ എണ്ണം, അഥവാ സി ഓഫ് യുവിൻ്റെ എണ്ണം. സി ഓഫ് യു എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലെ സിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ എണ്ണവും ഞാൻ നോക്കി. ആ യുവിൻ്റെ ഡിഗ്രിയും ഞാൻ നോക്കി. ഇപ്പോൾ സപ്പോസ് യുവിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു 100 കിട്ടി. എന്നാൽ കളർ ഒരു 99 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സി ഓഫ് യു എന്ന് പറയുന്നത് ലെസ് ദാൻ ഡി ഓഫ് യു ആണെങ്കിൽ ഈ ഡി ഓഫ് യു നമ്മുടെ യുവിനോട് അഡ്ജസൻ്റായിട്ട് കിടക്കുന്ന ഈ എഡ്ജസുകളിൽ ഏതെങ്കിലും മിനിമം 2 എണ്ണത്തിനെങ്കിലും ഒരേ കളർ വേണം അല്ലേ, എന്നാലല്ലേ എനിക്കിങ്ങനെ കളർ ചെയ്യാൻ പറ്റുള്ളൂ. ഡിഗ്രി ഓഫ് യുവിനേക്കാളും കുറവാണ് കളേഴ്സ്, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും 2 എണ്ണത്തിനെങ്കിലും ഒരേ കളർ വരണം. ഞാൻ അതിനെ I1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, I1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. കണ്ടോ, ഇതിൽ ഏതോ 2 എണ്ണത്തിന് ഒരേ കളർ വരണം, 2 എഡ്ജസിന്. ഇനി ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിലൊന്നും ഇല്ലാത്ത വേറൊരു പുതിയ കളർ ഞാൻ I0 എടുക്കുന്നു. I0 എന്ന് പറയുന്നത് ഈ യുവിനോട് ഇൻസിഡൻറ്റ് ചെയ്യാത്തൊരു കളറുമാണ്. അപ്പോൾ യുവിൻ്റെ അടുത്ത് കിടക്കുന്ന എഡ്ജസുകൾ നോക്കുമ്പോൾ അവിടെ ആരുമില്ല, I0 എന്ന് പറയുന്ന കളറില്ല. ഇനി നമുക്ക് ഓരോ വേർട്ടിസസിനും ഇങ്ങനെ നോക്കാം. ഞാൻ V1 എന്ന് പറയുന്ന വേർട്ടിസസിനെ നോക്കി. ഈ V1 എന്ന് പറയുന്ന വേർട്ടിസസ് എന്തായാലും നമ്മുടെ ഡെൽറ്റ പ്ലസ് വണ്ണിനേക്കാളും ചെറുതായിരിക്കില്ലേ. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ, മാക്സിമം ഡിഗ്രിയാണ്. മാക്സിമം ഡിഗ്രിനോട് ഒന്ന് കൂട്ടി മാക്സിമം ഡിഗ്രി ഓഫ് V1 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാക്സിമം ഡിഗ്രി ആവാം അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതാവാം. പക്ഷേ ഡെൽറ്റ പ്ലസ് വണ്ണിനേക്കാളും എന്തായാലും കുറവായിരിക്കില്ല ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത് ലെസ് ദാൻ
Δ+1 ആണ്. നമ്മൾ എടുത്തിട്ടുള്ള സി എന്ന് പറയുന്ന കളേഴ്സിൽ ആരൊക്കെയുണ്ട്? Δ+1 വരെയുള്ള കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ V1നോട് അഡ്ജസൻ്റ് ചെയ്ത് കിടക്കുന്ന ഏതോ ഒരു കളറ് ഞാൻ അതിനെന്ത് വിളിക്കുകയാണ്? I2 എന്ന് വിളിക്കുകയാണ്. I2 എന്ന് പറയുന്ന കളറ് നമ്മുടെ ഈ V1നോട് അഡ്ജസൻ്റ് ചെയ്ത് കിടക്കുന്നില്ല. എന്നുവെച്ചാൽ V1 I2 എന്ന് പറയുന്ന കളറുള്ള എഡ്ജ് വന്ന് ജോയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ V1ൽ ആരില്ല? I2 എന്ന് പറയുന്ന എഡ്ജില്ല. അങ്ങനെ നമ്മൾ എടുത്തു. പക്ഷേ ഈ I2 എന്ന് പറഞ്ഞ എഡ്ജ് യുവിനോട് അഡ്ജസ്റ്റൻ്റ് ചെയ്ത് കിടക്കൽ നിർബന്ധമാണ്. കാരണം എന്താ? യുവിനോട് അഡ്ജസ്റ്റൻ്റ് ചെയ്ത് കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ I1നെ മാറ്റി നമ്മൾ I2 എന്ന് ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? നമുക്ക് വേറൊരു ഒപ്റ്റിമൽ ഗ്രാഫ് കിട്ടും അല്ലേ? നമ്മളിപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് കളേഴ്സുള്ള വേറൊരു ഗ്രാഫ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഒപ്റ്റിമൽ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് അത് കോൺട്രഡിക്ഷൻ ആവും. അപ്പം നമ്മുടെ I2 എന്ന് പറയുന്ന കളറുള്ള എഡ്ജ് V1നോട് അഡ്ജസ്റ്റൻ്റ് ചെയ്ത് കിടക്കുന്നില്ലെങ്കിലും യുവിനോട് അഡ്ജസ്റ്റൻ്റ് ചെയ്ത് കിടക്കൽ നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? V1ന് I1 എന്നിട്ട് കൊടുക്കുന്നു. അതേപോലെ V2നോട് I2 എന്നിട്ട് കൊടുക്കുന്നു. അതിനോട് അഡ്ജസ്റ്റൻ്റ് ചെയ്ത് കിടക്കാത്ത ഒരു I3 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ടാവും. അതെന്തായാലും യുവിനോട് അഡ്ജസ്റ്റൻ്റ് ചെയ്ത് കിടക്കണം. അങ്ങനെ നമ്മൾ പോയി. ഓക്കെ, അപ്പോൾ V1നോട് അഡ്ജസ്റ്റൻ്റ് ചെയ്ത് കിടക്കുന്ന ഒരു എഡ്ജാണ് I1, V2നോട് അഡ്ജസ്റ്റൻ്റ് ചെയ്ത് കിടക്കുന്ന എഡ്ജാണ് I2. അങ്ങനെ നമ്മൾ പോയി കഴിയുകയാണെങ്കിൽ VKനോട് അഡ്ജസ്റ്റൻ്റ് ചെയ്ത് കിടക്കുന്നതാണ് IK, VLനോട് അഡ്ജസ്റ്റൻ്റ് ചെയ്ത് കിടക്കുന്ന എഡ്ജാണ് IL. അങ്ങനെ പോകും അല്ലേ? ഇനി നോക്കിയേ, I2 എന്ന് പറയുന്ന എഡ്ജ് V1നെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ I2 എന്ന് പറഞ്ഞ എഡ്ജ് V1നോട് വന്ന് ചേരുന്നില്ല, V1ലില്ല. അതേപോലെ I3 എന്ന് പറയുന്ന എഡ്ജ് V2ലില്ല. അതേപോലെ IK എന്ന് പറഞ്ഞ എഡ്ജ് VK-1 ഇല്ല. അങ്ങനെ നമ്മൾ പോയി കഴിയുകയാണെങ്കിൽ IJ+1 എന്ന് പറയുന്ന എഡ്ജ് VJയിലില്ല, VJനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് പറയാലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ഈ എഡ്ജസിനെ റീകളർ ചെയ്യുക, വേറൊരു കളർ വെച്ച് കൊടുക്കാം. ഞാൻ ഈ K-1 വരെയുള്ള എലമെൻസിനെ ഇല്ലേ, V1 മുതൽ K-1 വരെയുള്ള എലമെൻസിനെ ഞാൻ ഇനി റീകളർ ചെയ്യുക. ഞാൻ ഈ I1നെ I2 ആയിട്ട് കളർ ചെയ്യും, I2നെ I3 ആയിട്ട് കളർ ചെയ്യും, I3നെ I4 ആയിട്ട് കളർ ചെയ്യും. അങ്ങനെ K-1നെ K ആയിട്ട് കളർ ചെയ്യും. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെയുള്ള I1 അവിടെ തന്നെ ഉണ്ട്, പിന്നെ ഉള്ളത് I2, I3, I4, അങ്ങനെ IK ആയി മാറും. ഇവിടെയുള്ള IK-1 IK ആയി മാറും. ഇങ്ങനെ നമുക്കൊരു ഗ്രാഫ് കിട്ടും അല്ലേ? ഇങ്ങനെ ഒരു കളർ നമുക്ക് കിട്ടും. ഇനി നോക്കിയേ, ഈ കളറിനെ ഞാൻ C' എന്ന് വിളിച്ചു. ഈ കളർ എന്ന് പറയുന്നത് ഇതിലുള്ള കളറിനേക്കാളും കൂടുതലില്ലേ? ഇവിടെ ഇതുവരെ K-1 കളേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ K കളേഴ്സ് ഉണ്ട് ഇവിടുന്ന് ഇവിടെ വരെ. അപ്പോൾ എന്തായാലും ഇതിനേക്കാളും വലിയ കളേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ C എന്നും ഇതിനെ C' എന്നും വിളിക്കുകയാണെങ്കിൽ C' എന്ന് പറയുന്ന കളേഴ്സ് ഇതിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ ഇതും എന്തായിരിക്കും? ഒരു ഒപ്റ്റിമൽ കളറായിട്ട് ആക്ട് ചെയ്യും. ഇനി നോക്കിയേ, U എന്ന് പറയുന്ന വേർട്ടെക്സിലെ IK എന്ന് പറയുന്ന കളറുള്ള എഡ്ജ് 2 തവണ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു I0 എന്ന് പറയുന്ന പുതിയൊരു കളർ നമ്മൾ ഇതിലൊന്നും ഇല്ലാത്ത എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ I0 എന്ന് പറയുന്ന കളേഴ്സ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? ഇതിനോട് മീറ്റ് ചെയ്ത് ഇവിടോട്ട് ജോയിൻ ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഇനി നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രോപ്പർട്ടി എന്നറിയോ? നമ്മളൊരു ഒപ്റ്റിമൽ ഗ്രാഫ് എടുത്തു, ഒരു ഒപ്റ്റിമൽ കളറുള്ള ഗ്രാഫ് എടുത്തു. അതിലൊരു വേർട്ടെക്സ് യുവിനെ നമ്മൾ നോക്കിയപ്പോൾ അതിൽ ഏതോ ഒരു കളറ് J എന്ന് പറയുന്ന ഒരു കളറ് 2 തവണ ഇവരെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു കളർ I എടുത്ത് നോക്കിയപ്പോൾ അതെന്ത് ചെയ്യുന്നില്ല? നമ്മുടെ യുവിനെ വന്ന് മീറ്റ് ചെയ്യുന്നില്ല, യുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഈ യുവിനെയും J കളറുകളുള്ള എല്ലാ എഡ്ജുകളെയും I കളറുള്ള എല്ലാ എഡ്ജുകളെയും കൂട്ടിച്ചേർത്ത് നമ്മളൊരു സൈക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സൈക്കിളിലെ കമ്പോണൻസുകൾ എന്തായിരിക്കും? ഓടായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഈ IK കളേഴ്സുള്ള എലമെൻറ്റ്സ്, IK കളേഴ്സുള്ള എഡ്ജസ് ആരേ ഉണ്ടാവുള്ളൂ? ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മളിവരെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്ത് I1, I2, I3 എക്സെട്ര IK-1 IK, ഇവിടുന്ന് കേട്ടോ IK, IK+1, IK+2 എക്സെട്ര IL, ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തില്ല. അപ്പോൾ IK എന്ന് പറയുന്ന കളറുള്ള എഡ്ജുകൾ ഇവർ 2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി I0 എന്ന് പറയുന്നത് എത്ര ആൾക്കാരും ആയിക്കോട്ടെ അവരും ഇവിടെ ഉണ്ടാവും. നമ്മൾ യുവിനെയും I0നെയും IKകളെയും കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു വരക്കുന്നു, ഒരു സൈക്കിൾ വരക്കുന്നു. ആ സൈക്കിൾ ഓഡ് സൈക്കിളായിരിക്കും. ഓഡ് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ VK-1ൻ്റെയും VKൻ്റെയൊക്കെ ഡിഗ്രി എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? ഈ VKൻ്റെ ഡിഗ്രി എന്താ? 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടുക എന്താണെന്നറിയോ? നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ VKൻ്റെ ഡിഗ്രി 1 ആണെന്ന് കിട്ടും. VKൻ്റെ ഡിഗ്രി ഇവിടെ 2 ആയിരുന്നു, ഇവിടെ 1 ആയി. അങ്ങനെയാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മളിപ്പോൾ
ഇവിടെ വരെയുള്ള ടേംസിൻ്റെ ഐകളുടെ വാല്യൂ അല്ലേ നമ്മൾ മാറ്റിയത്, കളറല്ലേ മാറ്റിയത്. ഇനി എന്ത് ചെയ്യുമെന്നറിയോ, ഇവിടെ വരെയുള്ള കളറുകൾ നമ്മൾ മാറ്റും. എങ്ങനെയാണ്? ഇതിനെ നമ്മൾ IK+1 ആക്കും, ഇതിനെ IK+2 ആക്കും, IK+3 എക്സെട്ര. ഇവിടെ ലാസ്റ്റിലുള്ള ടേമിനെ വരെ നമ്മൾ എന്ത് IL വരെ ആക്കും. ഇനി ഈ IL എന്ന് പറയുന്ന ഈ ടേം ഉണ്ടല്ലോ, അതിനെ നമ്മൾ IK എന്ന് വിളിക്കും. ഓക്കെ, IK ആക്കി മാറ്റും. ഇതാ ഇങ്ങനെ വരച്ചു നമ്മൾ. ഇപ്പോൾ നോക്കിയേ, IK എന്ന് പറയുന്ന കളറ് ഇവിടെയുണ്ട്. അപ്പോൾ യുവിനോട് ഇൻസിഡൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരേ കളറുള്ള രണ്ടാളുണ്ട്. ഇനി നമ്മൾ I0 എന്ന് പറയുന്ന ആളെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല അല്ലേ. യുവിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് I0 എന്ന് പറയുന്ന ആളെ കിടക്കുന്നില്ല. അപ്പോൾ യുവിനോട് പിന്നെ ഈ ഒരു ഇത് നോക്കിയേ, ഇതിൽ ഈ ഒരു കളർ ഇപ്പോൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഇതിലുള്ള കളറിനേക്കാളും കൂടുതൽ ആൾക്കാരില്ലേ. ഇവിടെ IK വരെ കളേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടെ IK+1 എന്ന് പറയുന്ന കളറുകളും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനേക്കാളും കൂടുതലാണ് ഇതിലുള്ള കളേഴ്സ്. അപ്പോൾ ഇത് C' എന്ന് നമ്മൾ വിളിച്ചിരുന്നത് അല്ലേ. ഈ കളറിനെ C എന്നും ഈ കളറിനെ C' എന്നും ഈ കളറിനെ C" എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ C' കൂടുതലാണ് C" എന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, ഇതും ഒരു ഒപ്റ്റിമൽ ആയിരിക്കും. ഇത് ഒപ്റ്റിമലും ആണ്. IK എന്ന് പറയുന്ന കളറ് U എന്ന് പറയുന്ന വേർട്ടെക്സിനെ 2 തവണ ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിലില്ലാത്ത I0 എന്ന് പറയുന്ന എഡ്ജുകൾ ഇവിടെ പുറത്തും കിടക്കുന്നുണ്ടെങ്കിൽ ഈ I0കളെയും IK എന്ന് പറയുന്ന കളറുള്ള എഡ്ജുകളെയും കൂട്ടിച്ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓഡ് സൈക്കിൾ നമുക്ക് അതിൻ്റെ കമ്പോണൻ്റായിട്ട് കാണാൻ പറ്റും, നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള പോലെ. അങ്ങനെ ഓഡ് സൈക്കിൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ VK-1ൻ്റെയും VLൻ്റെയും ഡിഗ്രി 2 ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ അതിനല്ല പ്രസക്തി. നമ്മളിവിടെ VKക്ക് നോക്കുമ്പോൾ VKൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്, പക്ഷേ ഇവിടെ VKൻ്റെ ഡിഗ്രി 2 ആണ്. അങ്ങനെ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടുന്നത്. കോൺട്രഡിക്ഷൻ കിട്ടാൻ കാരണം എന്താണ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ എന്താ അസ്യൂം ചെയ്തത്, K' എന്ന് പറയുന്നത് >Δ+1 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷേ K' എന്ന് പറയുന്നത് < Δ+1 ആണ്.